ഇതാണ്ടേ ഒരാൾ പൊരിന്തിരിക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല സാധനം അടിയിൽ വല്ല മുട്ട ഉണ്ടോന്നുള്ളത്. പൊക്കി നോക്കാം. ഈശോയെ മാടി. 2 മുട്ടയുണ്ട്. സംഭവം നൈസായിട്ടുണ്ട്. ഓ അഗ്രസീവാണ് കേട്ടോ. നോക്കി കൊത്തടി. നല്ല അമ്മമാര് കൊത്തും തിരിച്ച്. നോട്ടെ നോക്കിയേ, നല്ല വിരിഞ്ഞ് നല്ല പെട്ടാരത്തിൽ നിൽക്കുകയാണ്. ചേടാ ഇതിനെ കൊത്തിക്കാൻ വെക്കായിരുന്നു ശരിക്കും. പക്ഷേ ഡിസംബറിൽ നാട്ടിൽ പോകുന്നത് കൊണ്ട് ഇവന് നമുക്കിപ്പോൾ കൊത്തിക്കാൻ പറ്റില്ല. നോക്കുകയാണെ മുട്ട എടുത്തുകൊണ്ട് പോയല്ലോ, മുട്ട കാണാനില്ല. അപ്പോൾ ആള് നോക്കുവാണ് മുട്ട എവിടെയെന്ന്. അതുകൊണ്ടേ പാവം കൊത്തിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടായേനെ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വെക്കുമായിരുന്നു. ചേടാ കഷ്ടമായിപ്പോയി. നാട്ടിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കുമായിരുന്നു. 2 മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്ന ആള് ഞാൻ. മനസ്സിലിപ്പോൾ ഒരു ചാഞ്ചാട്ടം. വേണമെങ്കിൽ കൊത്തിക്കാൻ വെക്കാം. ഒരു 5-6 മുട്ട വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നോളും. പക്ഷേ 21 ദിവസം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ്. ലാസ്റ്റ് ആകുമ്പോൾ വിരിയും. പിന്നെ 1 മാസം ഞാനിവിടെ ഉള്ളൂ. ഡിസംബറിലെ നാട്ടിൽ പോകും. അന്നേരം കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പാടാവും, അറിയത്തില്ല. അതുകൊണ്ട് ഇത്തവണ വയ്ക്കണ്ട, നമുക്ക് അടുത്ത തവണ വയ്ക്കാം. എന്തായാലും നല്ലൊരു കാര്യമാണ്. നമ്മളുടെ ഒരു അടയിരിക്കാൻ പറ്റിയൊരു കോഴിയുണ്ട്. അപ്പോൾ ഈ സീസണിലല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ മുട്ടയാണ് 2 എണ്ണം. ഒരെണ്ണം ഇസാ ബ്രൗൺ ആയിരിക്കും, ഒരെണ്ണം ഓസ്ട്രേലിയ ഉറപ്പാണ്. ഓക്കെ, ബായ്.